ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള വീഡിയോയ്ക്കൊക്കെ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനും ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെ ചെന്നാലും, ഇപ്പോൾ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി സ്ഥലത്തും എല്ലാം ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരൊറ്റ ആളാണ്, HMPV. എന്താണ് ഈ HMPV? അപ്പോൾ നമുക്ക് ഒരുപാട് മിഥ്യാധാരണകളുണ്ട് HMPVയെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നുമല്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനറലായിട്ട് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഒരുമിച്ചാക്കി ഒന്ന് ഈ ഒരു വീഡിയോ ചെയ്യും. സാധാരണയായിട്ട് കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ വൈറസൊക്കെ വരാറുണ്ട്, ന്യൂമോണിയയോ അതേ കണക്ക് സോർ ത്രോട്ടോ ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഉള്ള ഒരു രോഗാണുവാണ്, ഒരു വൈറസാണ് HMPV എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് 2001 നെതർലാൻഡ്സിലാണിത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇത് കണ്ടെത്തുന്ന സമയത്ത് കുട്ടികളിലാണ് കേട്ടോ ഇത് കണ്ടെത്തിയത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും അത് ഇപ്പം നമ്മൾ ഡിറ്റക്ട് ചെയ്ത കേസുകളെല്ലാം തന്നെ കുട്ടികളിലാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കുട്ടികൾക്ക് വന്ന ഇൻഫെക്ഷനിലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി, ഇത് റിസർച്ച് നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ പല കുട്ടികളിലും ഇതേ വൈറസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ അതിൻ്റെ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ദശാബ്ദങ്ങൾക്ക് മുൻപേ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിനെതിരെ പ്രതിരോധ ശേഷി കുട്ടികൾ ഡെവലപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്തൊന്നും വന്ന ഒരാളല്ല HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് തന്നെ, ഈ 2001 തന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അതോറിറ്റീസൊക്കെ പറയുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ 2023 തന്നെ 20ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം അത് ക്യൂർ ചെയ്ത് പോയിട്ടുണ്ട്. ആ 20ഓളം വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പാനിക്കായിട്ടുള്ള ഒരു കണ്ടീഷനും ഉണ്ടായിട്ടില്ല. നമുക്കത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തിനിതിനെ ഭയക്കണം? അപ്പോൾ അത് നമ്മൾ പറയാം എന്തുകൊണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എപ്പിഡമിയോളജിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കുട്ടികളിലാണ്. 5 വയസ്സോ അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. കൂടാതെ 65 വയസ്സിന് മുകളിലോട്ടുള്ളതും മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവരും, അപ്പോൾ പ്രായം ചെന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പലവിധ രോഗങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ടാകാം, ക്യാൻസർ രോഗബാധിതരുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണോ സപ്രഷൻ സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകാം, പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാർ, അവർക്കൊക്കെയാണ് ഇത് അമിതമായിട്ട് വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് വരുന്നത് ഇത്തരക്കാരിലാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗാണു ഒരു വ്യക്തിയിൽ കയറിയതിന് ശേഷം ആ വ്യക്തിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ അത് പല ഇരട്ടിയായിട്ട് ആ വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതിനൊരു കാലഘട്ടമുണ്ട്, ഒരു പീരീഡുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ HMPVയുടെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 3 ദിവസം മുതൽ 6 ദിവസം വരെയൊക്കെയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ല. ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ വ്യക്തിക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ രോഗം മറ്റൊരാളിലേക്ക് പകർത്താൻ സാധിക്കും. ഈ ഇൻക്യുബേഷൻ പീരീഡിൽ മറ്റൊരാളിലേക്ക് രോഗം കൊടുക്കുന്നതിനോ അണുക്കളെ കൊടുക്കുന്നതിനോ ഈ വ്യക്തിക്ക് സാധിക്കും. ലക്ഷണങ്ങളൊന്നും വരാത്തത് കൊണ്ട് അറിയത്തുമില്ല, പിന്നെ രോഗം ബാധിച്ചതായിട്ട് അറിയത്തുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡാവും. HMPV എങ്ങനെയാണ് പകരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ പുറത്ത് വരുന്ന ഡ്രോപ്ലെറ്റ്സ്, ചെറിയ കണികൾ, മൂക്കിൽ നിന്നുള്ള സ്രവത്തിൻ്റെ കണികൾ, നമ്മുടെ ഉമിനീരിൻ്റെ കണികൾ, എങ്ങനെയാണോ കോവിഡ് സ്പ്രെഡായിരുന്നില്ലേ, അപ്പോൾ അതുപോലെ ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇത് സ്പ്രെഡാവുന്നത്. അപ്പോൾ അധിക ദൂരം ഈ ഡ്രോപ്ലെറ്റ് പോകത്തില്ല. ഇപ്പോൾ എയർബോൺ ഡിസീസ് കണക്ക് അങ്ങ് ഒരുപാട് ദൂരമൊന്നും ഇത് ട്രാവൽ ചെയ്ത് പോകത്തില്ല. ഡ്രോപ്ലെറ്റ് ഒന്നും വളരെ വേഗം, ഇത് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. അധിക ദൂരം ഇത് സ്പ്രെഡ് വരത്തില്ല. പിന്നീട് മറ്റൊരു രീതി എന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് വരും. ഈ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ HMPV വരാൻ സാധ്യതയുള്ളത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗം വന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു കാരണവശാലും ഇതിന് വ്യത്യസ്തമായ ലക്ഷണങ്ങളില്ല. സാധാരണ ഒരു കോൾഡ് വരുമ്പോൾ, ഒരു പനി വരുമ്പോഴുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രമേ ഉള്ളൂ HMPV വന്നാലും. ചിലപ്പം മൂക്കൊലിപ്പുണ്ടാകും, മൂക്കടപ്പുണ്ടാകും, തൊണ്ടവേദന ഉണ്ടാകും, ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ടെമ്പറേച്ചർ ഉണ്ടാകും, ചെവിക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാധാരണയായിട്ടുള്ള ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് HMPVയിലും
കാണാൻ സാധിക്കുള്ളൂ. ഇതിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? നമ്മുടെ മൂക്കിൽ നിന്നുള്ള സ്രവം വഴി RT-PCR ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്തൊക്കെ. അപ്പോൾ ഈ RT-PCR ടെസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു HMPVയെയും ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നീട് ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? ട്രീറ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇതിനൊരു പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന മരുന്ന് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. ആൻറ്റിബയോട്ടിക് ഒന്നും ഇതിന് യൂസ് ചെയ്തില്ല. കാരണം വെച്ചാൽ ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഒന്നും പറയാൻ പറ്റില്ല, ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയത് കാരണം. പക്ഷേ ഇതിന് സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഈ ഒരു രോഗമാണ്, ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു കഴിയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുന്ന കേസുകളിൽ സെക്കൻഡറി ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെയുള്ള കേസുകളിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കാറുണ്ട്. അല്ലായെങ്കിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലോ കഫുണ്ട് ചുമ ഉണ്ടെങ്കിലോ ഒക്കെ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമോ അത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും. സിവിയർ ആകുന്ന കേസുകളിൽ, അപ്പോൾ അല്ലെങ്കിൽ വെന്റിലേറ്റർ പോലെയുള്ള സപ്പോർട്ടൊക്കെ വേണ്ടുന്ന കേസുകളിൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമാണ്. കോംപ്ലിക്കേറ്റഡ് കേസുകളിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് ന്യൂമോണിയാണ്. പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ന്യൂമോണിയ ആയി മാറാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് വരാം, നമ്മുടെ ത്രോട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സിവിയർ ആകുന്ന കണ്ടീഷനിലാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് സിവിയർ ആകുന്ന കണ്ടീഷനിലോ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയുള്ള അവസരങ്ങളിലോ ആണ് ഡെത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അടുത്തൊരു സംശയമാണ്, പ്രതിരോധ വാക്സിൻ എന്തെങ്കിലും HMPVക്കുണ്ടോ? ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത്, ഇതിന് ഇതുവരെ വാക്സിനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് നന്നായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകുക, കുഞ്ഞുങ്ങൾക്കൊക്കെ മാസ്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രായം ചെന്നവർക്കൊക്കെ മാസ്ക് ഉപയോഗിക്കുക. എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കോൾഡോ ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതൊക്കെയാണ് നമുക്കുള്ള മാർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ ഹൈജീനിക് പ്രാക്ടീസസ്, പിന്നെ ഐസൊലേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം ഇതിനെ ഭയക്കുന്നത്? ഇതിനൊരു സ്പെസിഫിക് സിംറ്റം നമുക്ക് പറയാനില്ല. അപ്പോൾ പലപ്പോഴും ഇത് കണ്ടീഷൻ വേഴ്സൺ ആയതിനു ശേഷം മാത്രമേ നമ്മളിതിനെ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. ചെറിയ പനിയോ കോൾഡോ ആണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, മരുന്ന് മേടിച്ച് കഴിക്കുന്നു, പാരസെറ്റമോൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ഡോളോ കഴിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവരോ പ്രായം ചെന്നവർക്കോ കുട്ടികൾക്കോ ഒക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് കണ്ടീഷൻ വളരെ വേഗം മോശമാകാൻ സാധ്യതയുണ്ട്. HMPV വളരെ വേഗം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, പടർന്നു പിടിക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളിതിനൊരു ഇങ്ങനൊരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് പറയുന്നത്. HMPV ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റേതെങ്കിലും രോഗങ്ങളുള്ള ആൾക്കാരിലാണ്. ഇപ്പോൾ ക്യാൻസറൊക്കെ പോലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നോർമൽ ഒരു ഇൻഫെക്ഷനും വരാൻ പാടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ, ചില കേസുകളിലൊക്കെ കുട്ടികൾക്ക് ഇതിൻ്റെ എതിരെയുള്ള ആൻറ്റിബോഡി ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ എപ്പോഴും ഈ ഒരു വൈറസിനെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബോഡിയിൽ ആ ആൻറ്റിബോഡിയെ കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വൈറസ് ഒരിക്കലും ഒരു പുതിയ വൈറസ് അല്ല, ഒരുപാട് കാലത്തെ പഴക്കമുള്ളൊരു വൈറസാണ്. കോവിഡിനെ നമ്മൾ എന്തുകൊണ്ട് ഭയന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പുതിയ വൈറസായിരുന്നു. അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു പാൻഡമിക്കായി മാറിയത്. അപ്പോൾ ഈ HMPVയെ നമ്മൾ ഭയക്കേണ്ടെന്ന കാര്യമില്ല. അത് കുറച്ച് പഴയൊരു വൈറസാണ്. ഇതിൻ്റെ ഒരു റീഇൻഫെക്ഷൻ സാധ്യതയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു തവണ ഇൻഫെക്ഷൻ വന്നവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ തവണയെപ്പോലെ അത്ര സിവിയറിറ്റിയിൽ വരണമെന്നില്ല. ഓൾറെഡി അവർക്കൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് വീണ്ടും വന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് വരുന്നത് തണുപ്പ് കാലത്താണ്. നമ്മൾ കോവിഡ് ആണെങ്കിൽ അങ്ങനെ പറയുന്നില്ല. കോവിഡ് ത്രൂ ഔട്ട് ദ ഇയർ സ്പ്രെഡ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ HMPV ആണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വരുന്നതും ഈ തണുപ്പ് സമയമാകുമ്പോഴാണ്, വിൻ്റർ സീസണിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് സ്പ്രെഡ് വരുന്നത്. പിന്നെ ഇതിന് ഭയക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നേരത്തെ ഓൾറെഡി ഇത് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളതാണ്. നല്ല നീറ്റായിട്ട് നമ്മളതിനെ ഡീല് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആരും ഭയക്കേണ്ട കാര്യങ്ങളില്ല. നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്ന തരത്തിലുള്ള വൈറ്റമിൻ C അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം കുടിക്കുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നീട് മറ്റെന്തെങ്കിലും രോഗങ്ങളുള്ളവരാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ചെറിയ ഇൻഫെക്ഷനോ കോൾഡോ ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.
അത്രയൊക്കെ നമുക്ക് HMPVക്കകത്ത് ചെയ്യാനുള്ളൂ. അല്ലാതെ അതിനൊരു അമിതമായ ഭയത്തിൻ്റെ ആവശ്യമോ അല്ലാതെ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വാക്സിനോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഭയപ്പെടാതിരിക്കുക, നമ്മൾ അതിൻ്റെ മുൻകരുതലുകൾ എടുക്കുക. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ സാധാരണ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുമോ അത് തന്നെ HMPVക്കും നമ്മൾ ചെയ്താൽ മതി. എന്തെങ്കിലും രോഗാവസ്ഥയുള്ളവരോ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. വീട്ടിൽ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. പ്രതിരോധ മാർഗ്ഗങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.